ഇതൊക്കെയും 10-12 കൊല്ലത്തിന്റെ എൻ്റെ ഗൾഫിൽ നിന്നിട്ടുള്ള ഒരു പ്രവാസിന്റെ വാക്കാണ് കേട്ടോ. അല്ലാണ്ട് നിന്നിട്ട് പോയിട്ട് 6 മാസം കൊണ്ട് ദുബായും എടുത്ത് അവിടെ നിന്ന് റൂമിൽ നിൽക്കാൻ പറ്റാണ്ട് തിരിച്ചു വന്നിട്ടുള്ള ആളെ വാക്കൊന്നല്ല. പ്രവാസം നിർത്തി നാട്ടിലേക്ക് പോകുന്നത് ഇനി നാട്ടിൽ കൂടാൻ വിചാരിച്ചു. അപ്പൊ ഇതിങ്ങനെ ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കും ഇവിടെ ജനലും ക്ലീനിങ്ങിന് ഒന്നാണെന്ന്. അല്ല, ചെറിയൊരു പരിപാടി പ്ലാൻ ചെയ്തിട്ടുണ്ട് എറണാകുളത്ത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ മലപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് ഷിഫ്റ്റായിട്ട് ഇവിടെ ഒരു വീട് വാടക റെന്റിനായിട്ട് എടുത്തിട്ടുള്ളതാണ്. എറണാകുളത്തേക്ക് എല്ലാവരും വരുമ്പോൾ എല്ലാവരും റെന്റിനായിട്ട് കൊടുക്കുക. അപ്പോൾ ആകെ പൊടി പിടിച്ച് മാറാതെ പിടിച്ച് പുറത്തൊക്കെ പുല്ല് നിറഞ്ഞ് ആകെ ഡാലാക്കിന്റെ അവലിൽ തന്നെ ഇരിക്കണം. അപ്പോൾ ഇത് ഒന്നുണ്ട് തട്ടിപ്പൊട്ടി വൃത്തിയാക്കണ പരിപാടിയിലാണ്. ഗൾഫിൽ കുറേ കാലം നിന്ന് പണിയെടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല. അവിടെ പണിയെടുത്താലും ഇവിടെ പണിയെടുത്താലും ഈ 2025 ഈ ഒരു നൂറ്റാണ്ട് കാലത്ത് ഒക്കെ സെയിമാണ്. പ്രത്യേകിച്ച് അതിന് വലിയ ലാഭം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പണ്ടൊക്കെ ഞങ്ങൾ ഗൾഫിൽ നിൽക്കുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് തടിയെങ്കിലും നന്നാവും, അല്ലെങ്കിൽ വയറിന് ചാടിയിട്ട് കാണുമ്പോഴെങ്കിലും ഒരു കൂടുതലുണ്ടാവും. ഇതിപ്പോ 12 കൊല്ലം ഗൾഫിൽ നിന്നുള്ള രൂപമാണിത്. ഒരു കാര്യമില്ല, വെറുതെ അവിടെ പട്ടിപ്പണി എടുക്കുകയാണ്. ഇങ്ങോട്ട് പോര്. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ല, എന്നാലും ഇങ്ങോട്ട് പോര്. ഇതൊക്കെ തട്ടിക്കൊട്ടിയിട്ട് നമ്മളെ ഒന്ന് ഇതേപോലെ സോഷ്യൽ മീഡിയയിൽ കുറച്ച് വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് ഇതൊക്കെ തട്ടിക്കൊട്ടി ഇതാക്കിയിട്ട് എന്തെങ്കിലും ഒരു പരിപാടി ചെയ്യാം. അപ്പൊ നമുക്ക് മനസ്സിലാവും, 1 കൊല്ലം 2 കൊല്ലം പരിപാടി ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും നാട്ടിൽ ഒരു പരിപാടി നടക്കൂലാണ്. അപ്പൊ പിന്നെ തിരിച്ചു കയറാം. അതുവരെ ഇങ്ങോട്ട് പോരി. വെറുതെ ഇങ്ങനെ ഗൾഫിൽ കുറെ കാലം പണിയെടുത്തിട്ട് കുടുംബമില്ല, ഭക്ഷണമില്ല, തടിയില്ല. അവസാനം ഒരു 10-30 കൊല്ലം കഴിയുമ്പോൾ പള്ളിത്തോടൊക്കെ പോകാനായിട്ട് ഇങ്ങനെ ഇറങ്ങി പോരും ഫ്ലൈറ്റിൽ. അപ്പൊ ഷുഗർ ഉണ്ടാവും, പ്രഷർ ഉണ്ടാവും, കാലുമ നീരുണ്ടാവും, കിഡ്നി പോയിട്ടുണ്ടാവും, കണ്ണ് പോയിട്ടുണ്ടാവും, ചെവി കേൾക്കൂല. എന്നിട്ട് വന്നിട്ട് കസാലയിൽ ഇങ്ങനെ ഇരുന്നിട്ട് ലാസ്റ്റ് ഇരുന്നിട്ടോന്നുള്ള ഒരു കോള്. അപ്പൊ എല്ലാവരും കൂടി ആൾക്കാരൊക്കെ കൂടിയിട്ട് ഒരു 12 വലിച്ചടിക്കാനായിട്ട് ലാസ്റ്റ് തോളത്തും വെച്ചിങ്ങാണ്ട് മുടയിട്ട് പള്ളിത്തോടുക്കാണ് കുഴിച്ചിടും. കുഴിച്ചിടും മീൻസ് കവറോടെ പോകുന്നത്. അപ്പോ അത്രക്കേ ഉള്ളൂ ലൈഫ്. എന്നിട്ട് നമ്മൾ ഇങ്ങനെ എന്തിനോ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു കാര്യമില്ല. അപ്പോ വരിക, സ്വന്തമായിട്ടുള്ള പരിപാടി എന്തെങ്കിലും നോക്കുക, ഇതേമാതിരി കുറച്ചൊക്കെ വരയ്ക്കുക. നടക്കൂലെന്ന് തോന്നുകയാണെങ്കിൽ തിരിച്ച് കയറാന്ന് വിചാരിക്കുക. എന്നിട്ട് 2 കൊല്ലം പിന്നെ അവിടെ നിൽക്കുക, എന്നിട്ട് ക്യാൻസലൊക്കെ ഉണ്ട് പോരുക. പിന്നെ ഇവിടെ നിന്ന് കുറച്ചൊക്കെ വരയ്ക്കുക, നടക്കൂലെന്ന് തോന്നുമ്പോൾ പിന്നെയും കയറുക. അങ്ങനെ പോകണം ലൈഫ്. അപ്പൊ വെച്ചാൽ അവിടെയും 2 കൊല്ലം ഇവിടെയും 2 കൊല്ലം അങ്ങനെ പോയിക്കൊണ്ടിരുന്നവരെ. അല്ലാണ്ട് ഇതൊക്കെയും 10-12 കൊല്ലത്തിന്റെ എൻ്റെ ഗൾഫിൽ നിന്നിട്ടുള്ള ഒരു പ്രവാസിന്റെ വാക്കാണ് കേട്ടോ. അല്ലാണ്ട് നിന്നിട്ട് പോയിട്ട് 6 മാസം കൊണ്ട് ദുബായും എടുത്ത് അവിടെ നിന്ന് റൂമിൽ നിൽക്കാൻ പറ്റാണ്ട് തിരിച്ചു വന്നിട്ടുള്ള ആളെ വാക്കൊന്നല്ല. അതൊക്കെ പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചൊക്കെ പൈസ ഉണ്ടാകുമ്പോൾ അധികം വേണ്ട, കുറച്ചൊക്കെ പൈസ ഉണ്ടാകുമ്പോൾ നാട്ടിൽ വന്നിട്ട് എന്തെങ്കിലും പരിപാടി നോക്കുക. അവിടെ നസീബ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് രക്ഷപ്പെടും. നസീബ് ഇല്ല എന്നുണ്ടെങ്കിൽ ഗൾഫിലാണെങ്കിലും ഇവിടെ ആണെങ്കിലും ഉള്ള പൊടിപൊളി മൊത്തം വിട്ടിങ്ങനെ നാട്ടിൽ വരണം കേട്ടോ. ഞാനൊരു ഫ്ലോക്ക് ഇങ്ങനെ പറഞ്ഞതാണ്. എന്തായാലും ഗൾഫ് അത്രക്ക് ബെറ്റർ അല്ല, ആ ഒരു ഒപ്പീനിയനിൽ യാതൊരു മാറ്റമില്ല. പിന്നെ സ്വന്തം പരിപാടി എന്തെങ്കിലും ഉണ്ടെങ്കിലേ രക്ഷപ്പെടുള്ളൂ. ഒരുത്തന്നെ കീഴിൽ പട്ടിപ്പണി എടുത്തിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെടില്ല. കാലം മാറിയിരിക്കണം. പിന്നെ ഇതേമാതിരി ഇങ്ങനെ ക്യാമറ ഓണാക്കിയിട്ട് എന്തെങ്കിലും പറയാൻ പറ്റണം. അപ്പൊ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ കാണുകയും ചെയ്യും, ഒരു കുട്ടി ലൈക്ക് അടിക്കില്ല, കണ്ടിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആക്കില്ല, അപ്പോഴും രക്ഷപ്പെടില്ല. എന്തൊക്കെയാണെങ്കിലും ഭാവിക്ക് കാര്യങ്ങൾ തവക്കരുത്ത് വരല്ല. ഓരൊക്കെ തന്നെ.